എന്നെ ഒരു ദിവസം ജയസൂര്യ വിളിച്ചു. സൈജു ഞാൻ കണ്ടു സൈജുവിൻ്റെ ഡബിങ്. സൈജു ആ ക്യാരക്ടറിൽ കോമഡി ഓൾറെഡി ഉണ്ട്. സൈജു നോർമലായിട്ട് സൈജുവിൻ്റെ ലാംഗ്വേജിൽ ഡബ് ചെയ്താൽ മതി. ട്രിവാൻഡ്രം സ്ലാങ് പിടിക്കണ്ട, അതിനകത്ത് കോമഡി ഉണ്ട്. എങ്ങനെ തുടങ്ങുന്നത്? അതായത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം. നമ്മളിങ്ങനെ പ്രിയനും ഞാനും ഒക്കെ ആലോചിച്ചു ഹാങ്കി പാങ്കി എന്നൊരു പടം, ഇംഗ്ലീഷ് പടം. അല്ലെങ്കിൽ ഒരു 3 സീൻ കഴിഞ്ഞാൽ പിന്നെ ഹീറോ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അയാളെ പിടിക്കാൻ നടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റിൽ നമുക്കിത് എടുക്കാം. അപ്പം മോഹൻലാലും ഞാൻ, പ്രിയൻ, ശ്രീനിവാസൻ, ശങ്കറുണ്ടോ. അപ്പോൾ ഞങ്ങളാരും റെമ്യൂണറേഷൻ എടുത്തില്ല. അന്ന് പടം എത്ര രൂപ കോസ്റ്റ് അറിയാം? 2.5 ലക്ഷം രൂപയാണ്. ഓ, എന്ത് നടക്കുമല്ലേ? 2.5 ലക്ഷം രൂപയ്ക്ക് ഒരു ദിവസം ഷൂട്ടിംഗ് എക്സ്പെൻസ് ഇപ്പോൾ 6 ലക്ഷം രൂപയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വെള്ളാനുള്ളതാണ് എടുക്കുന്നത്. 20-ാം ദിവസം പടം തീർന്നു. അന്നന്ന് രാത്രി എഴുതി വരുന്ന സ്ക്രിപ്റ്റാണ് എടുക്കുന്നത്. അതിന് 20 ലക്ഷം രൂപ. 20 ലക്ഷം രൂപ. അത് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കുന്നത് അതിനിടയ്ക്ക് അനശ്വരം എടുത്തു. ആ അനശ്വരം ഫ്ലോപ്പായിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസിലെ ഇപ്പൊ സൈജു കുറുപ്പ് കോമഡി എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസിലെ അൾട്ടിമേറ്റ് പുച്ഛം. അൾട്ടിമേറ്റ് പുച്ഛമൊക്കെ ആക്ച്വലി ജീന്റെ കോൺട്രിബ്യൂഷൻ ആണ്. അത് ഡബിംഗിൽ ഇട്ടത്. ആ പടച്ചോരങ്ങൾ കാത്തോളിയും ഒരുപാട് ഇംപ്രൂവൈസ് ചെയ്ത സാധനങ്ങളൊക്കെ ഇല്ലേ. നമ്മുടെ താമരശ്ശേരി ചുരം എന്നുള്ള 7-8 ടേക്കായി. പ്രിയന്ന് ചേട്ടാ ഒന്ന് ഇളകി ചെയ്യണം. നമ്മുടെ താമരശ്ശേരി ചുരം ഞാൻ കൈയെടുത്ത് അഭിനയിക്കാം. അതാണ് ഉപയോഗിക്കുന്ന ഷോട്ട്. മാളികപ്പുറം ഫസ്റ്റ് ഡേ 10 മണിയുടെ ഷോ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരുവാണ്, ഞാനും അമ്മയും കൂടെ. അപ്പോൾ അമ്മേൻ്റെ പറയണേടാ, ഈ പല പടങ്ങളും നിനക്ക് ഇങ്ങനെ മിസ്സായിട്ടില്ലേ? ഇതെങ്ങാനും ഡേറ്റിന്റെ പ്രശ്നം കാരണം മിസ്സായിരുന്നെങ്കിൽ മാളികപ്പുറം. അമ്മയുടെ അവർക്ക് അത്ര ഇഷ്ടപ്പെട്ട സിനിമ. മനോർഷനും രാജമണി കഴിഞ്ഞപ്പോഴേ ഞാൻ മോഹൻലാലിനെ വെച്ചൊരു പടം ചെയ്യണമെന്ന് പുള്ളി സമ്മതിച്ചു. മോഹൻലാലിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത്രയും സൂപ്പർ ബമ്പർ ബെഡ ഹിറ്റ് എടുത്ത ഡയറക്ടർ പടമല്ലേ. പുള്ളി അപ്പോൾ തന്നെ സമ്മതിച്ചു. എന്നാലും ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചോട്ടാ മുമ്പേ സംഭവിക്കുന്നത്. അതുപോലെ ഇപ്പൊ അടുത്ത് തസ്നീഖാൻ ചേച്ചിയെ കണ്ടിട്ട് പുള്ളിക്കാരത്തി ഭയങ്കര സപ്പോർട്ടല്ലേ. പുള്ളിക്കാരത്തി മോനെന്നേ വിളിക്കുള്ളൂ. അയ്യോ, എന്നിട്ട് ആ ക്യാരക്ടർ ചെയ്യും. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മണിയൻ പിള്ള രാജു ആൻഡ് സൈജു കുറുപ്പ്. വെൽക്കം. രാജു ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു സിനിമ ഗു 17 റിലീസ് ആവാണ്. സൈജു ചേട്ടനും ദേവനന്ദിയും മാളികപ്പുറത്തിന് ശേഷം അല്ലേ ജോയിൻ ചെയ്യുന്ന സിനിമ. എന്തായിരുന്നു ഇത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഫാക്ടർ? നല്ല സബ്ജക്റ്റ് ആയതുകൊണ്ട്. നല്ല സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഞാൻ പറയേ, മാളികപ്പുറം കണ്ടതിന് ശേഷം ഈ കുട്ടിയെ മെയിൻ റോളിൽ ഒരു സബ്ജക്റ്റ് എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഡയറക്ടർ മനുവിൻ്റെ അടുത്ത് പറയുന്നു, അദ്ദേഹം ഈ സബ്ജക്റ്റ് എൻ്റെ മോൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ അത് കേട്ടിട്ട് അവിടെ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് കേൾക്കണം, ഉഗ്രം കഥയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ആ ഏജിലുള്ള മകൻ നിരഞ്ജൻ അത് പറയുകയാണെങ്കിൽ യൂത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു സ്പാർക്കുണ്ട്, ഒരു പഴഞ്ചൻ കഥയായിരിക്കും. കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒരുപാട് പേരുമായിട്ട് കഥ മനു തന്നെ കാണാതെ പറയും ഫുൾ സ്ക്രിപ്റ്റ്. അങ്ങനെ ഒരു കഴിവുണ്ട്. അപ്പോൾ അതിങ്ങനെ പുള്ളി ഓരോ പ്രാവശ്യം പഴയും പുള്ളി ഇങ്ങനെ സ്ഫുടം ചെയ്ത് പോവുകയല്ലേ. അങ്ങനെ ഇതിലെത്തി. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ദേവനന്ദയെ കാണുന്നു. ദേവനന്ദ ഇല്ലെന്ന് പറഞ്ഞാലും പടമില്ല. പിന്നെ ഇദ്ദേഹത്തിനെ കാണുന്നു. ഇദ്ദേഹം ഓക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ബാക്കി നമുക്ക് സ്റ്റാർഡവും വേറെ ഒന്നും വേണ്ട, ഇവർ രണ്ടുപേരും മതി. കാര്യം ഇതിനകത്ത് സബ്ജക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ മെയിൻ ഒരു ഹീറോ എന്ന് പറയുന്നത്. കാര്യം ഇതുവരെ വന്ന സംഭവങ്ങളോ പഴയതോ പഴമയുള്ളതോ ഒന്നുമല്ല, ടോട്ടലി ഫ്രഷ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഓഡിയൻസ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഉള്ള പടം. എല്ലാ പടത്തിനും പറയുന്ന വരെയല്ല, ഇതിൻ്റെ ഒരു സൗണ്ട് സൈഡ് റീ റെക്കോർഡിങ്ങൊക്കെ അതിഗംഭീര റീ റെക്കോർഡിങ്ങാണ്. ഒരുപാട് ദിവസം കൊണ്ടാണ് റെക്കോർഡ് ചെയ്തതും. പിന്നെ അതിൻ്റെ VSF ഷോട്ടിൽ സ്പെഷ്യൽ എഫക്ട് ഷോട്ട്സ് കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ചേട്ടാ ഇത്തവണ അച്ഛനായിട്ടാണോ? അതെ, ഒരുപാട് പേരെ കരയിപ്പിച്ചതാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം മാളികപ്പുറത്തിന്റെ സമയത്തൊക്കെ അല്ലേ. ഇത്തവണ ഈ ഒരു സബ്ജക്ട് ചെയ്യുമ്പോൾ ഇപ്പം നമുക്കറിയാം, ഇപ്പൊ ഹൊറർ ഈ വർഷം വന്നത് ബ്രഹ്മയുഗമാണ്. മലയാളത്തിലൊരു ഹൊറർ വന്നിട്ടുണ്ട്. അപ്പൊ ഇതും ഹൊറർ എന്നാണല്ലോ പറയണത്. എങ്ങനെയാണ് ഇത്തവണ ഗു വരുമ്പോ? ഗു ബേസിക്കലി ഒരു ഫാന്റസി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി ഹൊറർ ചിത്രമാണ്. കോമഡി. യെസ്. രാജേട്ടനാണ് ആദ്യമായിട്ട് എന്നെ വിളിക്കുന്നത് ഇതൊന്ന് കേട്ടു നോക്കാൻ വേണ്ടി പറയുന്നത്. രാജേട്ടൻ്റെ ഒരു ബാനറിൽ വർക്ക് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുന്നതാണ്. സോ എത്രയും പെട്ടെന്ന് അത് കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ എനിക്കൊന്ന് പിറ്റേ ദിവസമോ ഇപ്പോൾ തന്നെ മനുവിനെ കണ്ടു. മനുവിനെയാണ് റൈറ്റർ, ഡയറക്റ്റ് ചെയ്തതും മനു തന്നെയാണ്. മനു വന്നിട്ടൊരു 10-20 മിനിറ്റിൽ കഥ പറയുന്നു. എന്താണ് ഭയങ്കര രസമുള്ളൊരു ഡിഫറെൻറ്റ്. ഞാൻ ഭൂതകാലം എന്ന് പറഞ്ഞൊരു സിനിമയാണ്, ഒരു ഹൊറർ സിനിമ അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പക്ഷേ അതൊരു വേറെ ബാക്ക്ഡ്രോപ്പ് പറയുന്നതാണ്. ഇതൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് ബാക്ക്ഡ്രോപ്പാണ്. ഇത് എനിക്ക് വേറെ ഒരു കാരണവും ഇല്ലായിരുന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ. ഒരേ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ, ഡേറ്റ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവില്ലേ. ഇപ്പോൾ രാജേട്ടൻ വിളിക്കുമ്പോഴേ ഈ എത്ര ദിവസം എന്നുള്ളതായിരുന്നു എൻ്റെ ടെൻഷൻ. അപ്പം മനുവിനോട് സംസാരിച്ചപ്പോൾ മനു പറഞ്ഞ് ഇത്ര ദിവസം മതിയാകും, നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പം വേറെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റും.
സോ ലക്കിലി എനിക്ക് ആ സമയത്ത് എനിക്ക് ഒറ്റയടിക്ക് തന്നെ എനിക്ക് ഡേറ്റ്സ് കൊടുക്കാൻ പറ്റി. രാജേട്ടന് പ്രൊഡ്യൂസർ ആയിട്ടുള്ളതേ മുമ്പ് മഹേഷ് മാരുതി സംസാരിക്കുമ്പോൾ മമതയാണെങ്കിലും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു അടിപൊളി പ്രൊഡ്യൂസർ. എങ്ങനെയായിരുന്നു? അല്ല, പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു ഞാനൊരു ഒരാളെ ഞാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആസ് എ ഹ്യൂമൻ ബീങ് ആണ്. രാജേട്ടനെ ഒരു പ്രാവശ്യം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മറക്കില്ല. അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. പിന്നെ നാച്ചുറലി ആ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ഒരു സാറ്റിസ്ഫാക്ടറി എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളത് ഒരു പ്രെജുഡിസ് ആയിട്ട് നമ്മളത് അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ തന്നെ നമുക്കെന്താണ് ആവശ്യം, നമുക്ക് വേണ്ട ഫെസിലിറ്റീസ്. ഇപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, നമ്മളെ ഹയർ ചെയ്തിരിക്കുകയാണല്ലോ, ഇത്രയും സമയത്തേക്ക് കമ്പനി ഹയർ ചെയ്തിരിക്കുകയാണ്. അപ്പം എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് നമുക്ക് തരേണ്ടത് അതെല്ലാം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്കുള്ളൊരു കാര്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഞാൻ മാത്രമല്ല, അവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ ഒരു ക്ലീഷേ പറച്ചിലാണ് ഒരു ഫാമിലി പോലെ ആയിരുന്നു എന്നൊക്കെ. പക്ഷേ നമ്മൾ ശരിക്കും ഫാമിലി പോലെ തന്നെയായിരുന്നു. നമ്മൾ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് തന്നെയാണ് എല്ലാവരും അഭിനയിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ബാക്കി ക്രൂ മെമ്പേഴ്സ് എല്ലാവരും നമ്മളൊരു ഫാമിലി പോലെ തന്നെയായിരുന്നു. അതുകൊണ്ട് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഷൂട്ടായിരുന്നു. പിന്നെ രാജേട്ടൻ്റെ പടമായതുകൊണ്ട് പ്രത്യേകിച്ച് 9:30 രാത്രി അതിൻ്റെ അപ്പുറം ഷൂട്ട് പോകില്ല. സോ നമ്മൾ വളരെ ഫ്രഷ് ആയിട്ട് അതെ അപ്പോൾ വളരെ ഫ്രഷ് ആയിട്ട് നമ്മൾ പിറ്റേ ദിവസം വന്നിട്ട് നമ്മളിപ്പം സാധാരണ ഇപ്പം ഈ കാലഘട്ടത്തിൽ ഒരു സൺറൈസ് ഷോട്ട് ആ സമയത്ത് എന്നാലും നമ്മൾ ഏർലി മോർണിംഗ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മളെല്ലാവരും അവിടെ അസംബിൾ ചെയ്തിട്ട് ഒരു 8:30 ആകുമ്പോഴത്തേക്ക് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു 9 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ബട്ട് നമ്മുടെ ലൊക്കേഷനിൽ നമ്മൾ 7 മണിക്ക് തുടങ്ങിയാൽ നമ്മളൊരു 8 ആകുമ്പോഴത്തേക്ക് ഒരു സീൻ ഷൂട്ട് ചെയ്ത് തരും. അതായത് ചെറിയ ചെറിയ സീൻസ് ആ സമയത്ത് ഡേ എഫക്റ്റിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയതൊക്കെ ഷൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. എന്നിട്ട് അപ്പം രാജേട്ടൻ പറഞ്ഞൊരു പോയിന്റ് കറക്റ്റാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് എനർജി ലെവൽസ് നമുക്ക് മോർണിംഗിലാണ്. അപ്പം ആ സമയത്ത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം രാജേട്ടനൊക്കെ അന്നോട്ടെ അഭിനയിക്കുന്നതാണ്. അപ്പം അന്നത്തെ ഒരു ഇത് വെച്ചിട്ട് ആ ഒരു ഇത് വെച്ചിട്ട് എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് പടത്തിലൊക്കെ അങ്ങനെയായിരുന്നു. ഞാൻ ചെയ്ത ഫസ്റ്റ് പടം 2004 മയൂഖം. അതെ അതെ. പക്ഷെ കുറെ നാളുകൾ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അങ്ങനെ ഒരു നമുക്കൊരു അനുഭവം ഉണ്ടാകുന്നത്. നിരഞ്ജൻ ഇതില് അഭിനയിക്കുന്നുണ്ട്. ഇതിനകത്ത് ചെറിയ വിളിക്കുന്ന ഈ കുട്ടികളുടെ ഒക്കെ വലിയ കമ്പനിയും ഈ പറയുന്ന ഈ പഴയ മുത്തശ്ശി കഥ പറയും ഇപ്പോൾ ഇല്ല. ആ ജനറേഷൻ കഴിഞ്ഞപ്പോൾ ആ മുത്തശ്ശിയിൽ കഥ കേട്ട ഒരാളായിരിക്കും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. കുട്ടികളിലേക്ക് പകരുന്ന ആളാണ്. ഒരു എന്താ പറയുക, ആയുർവേദ ഡോക്ടറാണ്. ഹോം സർജൻസിയെ കഴിഞ്ഞ് നിൽക്കുന്നതാണ് പുള്ളിയുണ്ട് ഇതിനകത്ത്. നിരഞ്ജൻ അഭിനയിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ചേട്ടൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്നും ഇങ്ങനെ അഭിനയിക്കണം, നീ അങ്ങനെ അഭിനയിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകുന്നു. ഞങ്ങളുടെയൊക്കെ സ്കൂൾ അതാണ്. രാവിലെ 6:30 വണ്ടി വരും എന്ന് പറഞ്ഞാൽ 6 മണിക്ക് റെഡി ആയിട്ടിരിക്കണം. അല്ലാതെ ആ മാനേജർ വന്ന് ഡ്രൈവർ വന്ന് വിളിച്ചിട്ട് 9 മണിക്ക് ഇറങ്ങി ആൾക്കാരെ വെറുപ്പിക്കരുത്. സെറ്റിൽ നല്ല ഒബീഡിയൻറ്റ് ബോയ് ആയിരിക്കണം. ഡയറക്ടർ ചിലപ്പോൾ പുതിയ ആളായിരിക്കാം, അല്ലെങ്കിൽ അറിഞ്ഞൂടാത്ത ആളായിരിക്കാം. പക്ഷേ അവിടെ നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അയാളുടെ മനസ്സിൽ കണ്ടിട്ടുണ്ടാണ് അയാളെ പണം എടുക്കാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ അനുസരിക്കണം. പിന്നെ കൃത്യനിഷ്ഠമായിരിക്കണം. പിന്നെ ഈ പറഞ്ഞ മാതിരി മുതിർന്നവരെയൊക്കെ ബഹുമാനിക്കണം. അല്ലാതെ ഒരുമാതിരി പുച്ഛത്തോടെ കാണരുത്. അത് അങ്ങനെ തന്നെ. 2 മക്കളും നല്ല, എനിക്കറിയാം അവർ പഠിച്ച സ്കൂളിൻ്റെ ഗുണമായിരിക്കും. വീട്ടിലൊക്കെ നമ്മുടെ വീട്ടിലൊരു ഭിക്ഷക്കാരൻ വന്ന് എന്താ പറയുന്നത്, ആ ഒരു ഭിക്ഷക്കാരൻ വന്നിരിക്കണമെന്നൊക്കെ അല്ല. അന്നും ഒരു കുട്ടിക്കാലത്തും വലിയടിക്ക് വാരാൻ നോക്കിയാൽ നിങ്ങൾ ഒരു ഭിക്ഷക്കാരനെങ്കിലും വന്നിരിക്കുന്നു. അത് അവരെ പഠിച്ച സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന ട്രെയിനിങ്, നല്ല മുതിർന്നവരെ ബഹുമാനിക്കുക എന്നുള്ളത്. നിരഞ്ജാണ് നമ്മുടെ പടത്തിലൊരു ലൈറ്റർ സൈഡൊക്കെ ഹാൻഡിൽ ചെയ്തിരിക്കണമെന്ന് പറയാം. ഒരു ഹ്യൂമർ പരിപാടി അതൊക്കെ എനിക്കൊന്ന് നിരഞ്ജൻ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രം എൻ്റെ ചെയ്തിരിക്കുന്നത്. നിരഞ്ജനെ പരിചയപ്പെടുന്നതിന് മുമ്പേ നിരഞ്ജനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. പലരും പറഞ്ഞ് ഭയങ്കര രസമുള്ളൊരു കക്ഷിയാന്നുള്ളത്. സോ ഞാൻ ഏതൊരു പടമാണോ അല്ല ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. അപ്പം നിരഞ്ജ് വളരെ ഓപ്പണായിട്ടാണ് ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നത്. ഉള്ള കാര്യം ഉള്ള പോലെ പറയും, അങ്ങനെ മറയൊന്നുമില്ല. എന്നുവെച്ചാൽ ഇതല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇൻ്റർവ്യൂ കണ്ടിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് നിരഞ്ജൻ്റെ കല്യാണം നടക്കാൻ പോണ സമയമാണ്. അതിൻ്റെ ഒരു 2 ആഴ്ച മുമ്പ് കണ്ടാണ് മെസ്സേജ് ചെയ്യുന്നത്. സോ ഐ സെഡ് ദാറ്റ് ഐ വാച്ച് ദിസ് ഇൻ്റർവ്യൂ, ഗ്രേറ്റ്, കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞു.
അതിനുശേഷം പിന്നെ ഞാൻ പരിചയപ്പെടുന്നത് ഇവിടെ വെച്ചാണ്, സെറ്റിൽ വെച്ച് സെറ്റിൽ വെച്ചാണ്. ഭയങ്കര രസമുള്ളൊരു കക്ഷിയാണ്. അതായത് ഇപ്പൊ ഞാൻ പറയാറുണ്ട്, ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള എനിക്ക് 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അതിനകത്ത് ഒന്ന് നിരഞ്ജാണ്. നമുക്ക് നിരഞ്ജായിട്ട് സംസാരിച്ചിരിക്കാം, ഭയങ്കര രസമാണ്. ഒരു ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് സംസാരമാണ് അദ്ദേഹത്തിന്. അത്യാവശ്യം നല്ല ഹ്യൂമർ ടൈമിംഗ് ഉള്ള ഒരു ആളാണ്. പിന്നെ നിങ്ങൾ ആദ്യം മീറ്റ് ചെയ്യുന്നത് എവിടുന്നാ? രാജേട്ടന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. രാജേട്ടന് പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റും. ഞാൻ തിരുവനന്തപുരത്ത് സ്റ്റാച്യൂവിൽ ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. അപ്പോൾ അവിടെ ഞാനൊരു എന്തോ ഒരു മെഡിസിൻ വാങ്ങിക്കാൻ നേരത്ത് ഇദ്ദേഹം ഒന്ന് എന്നെ പരിചയപ്പെട്ടു. ഞാൻ ചോദിച്ചു എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഞാനിങ്ങനെ മയൂഖ് എന്നുള്ള ഹരിയാൻ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കുകയാണ്. അങ്ങനെ വെരി ഗുഡ്. അങ്ങനെ അന്ന് ഷേഖൻ്റെ അടുത്ത് പിടിച്ചാണ്. പിന്നെ അദ്ദേഹം വലിയ ആളാവും, സ്റ്റാറാവും, നമ്മുടെ പടത്തിൽ അഭിനയിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാലം കൊണ്ടുപോയ പോക്കാണ് അതൊക്കെ. പിന്നെ എനിക്കിപ്പം പെട്ടെന്ന് എങ്കിലും ചന്ദ്രികയാണ് ഓർമ്മ വരുന്നത്. ഇവരൊക്കെ ഞങ്ങളൊരു കോമ്പിനേഷൻ ഉണ്ടാവും. ശരിയാണ്, നമ്മളൊരു പടത്തിൽ നമ്മളൊരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ചിത്രയിൽ കോമ്പിനേഷൻ ഉണ്ട്. ഇവര് അപ്പുറത്ത് ബെഞ്ച് ഇരുന്ന് കഴിക്കുന്നു. അതെ അതെ അതെ, അതിന് ചെയ്ത് അതിലൊരു രസകരമായ റോളായിരുന്നു. ഇപ്പം ഇവരാണല്ലോ ഭൂരിഭാഗവും പുതിയ ആൾക്കാരാണ്. ഇപ്പൊ ഡയറക്ടർ ആയാലും ഒക്കെ ആയിരുന്നു. അപ്പം ഈ പുതിയ ആളുകളുടെ കൂടെ ഇപ്പം വരുന്ന ഇങ്ങനെയുള്ള പ്രൊജക്ടുകൾ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാ രാജേട്ടൻ? ഞാൻ ഇപ്പൊ പുതിയ ആളിന് തരുൺ മൂർത്തിയുടെ പടമാണ് ചെയ്യുന്നത്, മോഹൻലാൽ ശോഭന എഴുതുന്ന പടത്തിൽ. അതിനാണ് ഈ ഗെറ്റപ്പ് മുട്ടയടിച്ചുകൊണ്ടാണ് തൊപ്പി വെച്ചിരിക്കുന്നത്. പുതിയ ആൾക്കാരെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, പുതിയ ആൾക്കാരൊക്കെ മിടുക്കന്മാരാണ്. ഉദാഹരണം നമ്മൾ കഴിഞ്ഞ വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം ഒരു 175 പടം എടുക്കുന്നതിൽ 150 പേര് പുതിയ ഡയറക്ടേഴ്സാണ്. ഈവൻ മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ കൊടുക്കുന്ന പുതിയ ഡയറക്ടേഴ്സാണ്. അവരുടെ പുതിയ ചിന്തകളാണ്, പുതിയ ടൈപ്പ് മേക്കിംഗ് ആണ്. അതുകൊണ്ടാണ് പഴയ സ്ഥിരം ഡയറക്ടേഴ്സിൽ വളരെ കുറച്ച് പേര് പടം ചെയ്യുന്നുള്ളൂ. പുതിയ ഡയറക്ടേഴ്സിനാണ് പുതിയ ചിന്തകളും പുതിയ കഥകളും ഒക്കെ ആയിട്ടാണ് അവരാണ് വരുന്നത്. സജിചേട്ടൻ്റെ FB എടുത്തു കഴിഞ്ഞാൽ ഓരോ ദിവസം ഓരോ പുതിയ സിനിമയുടെ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കും. കാരണം അപ്പൊ അത്രയധികം പടങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഒബിയസ്ലി ഒരുപാട് സിനിമകളുടെ പാർട്ടാണല്ലോ. അപ്പൊ കഴിഞ്ഞ വർഷങ്ങളൊക്കെ എടുത്താൽ നമ്മൾ കഴിഞ്ഞ പോലെ സംസാരിച്ച അങ്ങനെ ഓട്ടത്തിന്റെ ഇടയിലാണല്ലോ അതൊക്കെ ചെയ്യണം. അപ്പൊ ഈ തിരക്കിന് ഇടയിൽ നോ പറയേണ്ടി വരുന്നുണ്ടാവുമല്ലോ. അതില് റിഗ്രറ്റ് ഉണ്ടാവാറുണ്ടോ? അങ്ങനെ റിഗ്രറ്റ് ഉണ്ടാവാറില്ല. ഞാൻ ആക്ച്വലി നോ പറഞ്ഞ സംഭവങ്ങളൊക്കെ പിന്നെ സിനിമ, ഐ മീൻ എൻ്റെ ക്യാരക്ടേഴ്സ് ഞാൻ ആ സിനിമകളൊന്നും അങ്ങനെ എനിക്ക് മിസ്സായ പോലെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്കപ്പോൾ എൻ്റെ നോ പറച്ചിൽ കറക്റ്റ് ആയിരുന്നു എന്നുള്ളൊരു ഫീലാണ്. ഒരു പടം പോലും എനിക്ക് അങ്ങനെ ഗിൽറ്റ് ഫീൽ വന്നിട്ടില്ല, അയ്യോ അത് ഞാൻ നോ പറയണ്ടായിരുന്നു. പക്ഷെ ചില പടങ്ങളിൽ ഡേറ്റിൻ്റെ ഇഷ്യൂസ് കാരണം എനിക്ക് ചെയ്യാൻ പറ്റാത്തതുണ്ട്. അതെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലത് ഇത് കാരണമാണ്. ഇപ്പം ലേറ്റസ്റ്റ് ഇപ്പം ഓടും കുതിര ചാടും കുതിര അൽത്താഫിന്റെ പടം, അത് അൽത്താഫ് ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം അൽത്താഫ് 2 സ്ക്രിപ്റ്റ്സ് എഴുതിനകത്ത് ഒന്നാണിത്. അന്ന് എന്നെ കാസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, അന്നോട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് പക്ഷേ പല ടെക്നിക്കൽ റീസൺസ് കാരണം ഇത് പോസ്റ്റ്പോണ്ട് ആയിക്കൊണ്ടിരുന്നു. എനിക്കൊന്നൊരു 5-6 പ്രാവശ്യം ഇത് പോസ്റ്റ്പോണ്ട് ആയിട്ടുണ്ട്. ഡേറ്റ് ഈ മാസം തുടങ്ങുമെന്ന് പറഞ്ഞിട്ട്. ആ 5 പ്രാവശ്യവും എനിക്ക് ഡേറ്റ്സ് ചെയ്യാൻ എന്താണ് ഓക്കെ ആയിരുന്നു എനിക്ക്. പക്ഷെ പിന്നെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും പ്രശ്നമായി. അപ്പം വേറൊരു ആക്ടറാണ് ഇപ്പോൾ അത് ചെയ്യുന്നത്. അപ്പം അതൊക്കെ നമുക്കൊരു ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഇപ്പൊ ഇതൊക്കെ അമ്മയ്ക്കും എൻ്റെ ഭാര്യയ്ക്കൊക്കെ അറിയാം, ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടെന്ന്. ഈ ഡേറ്റിന്റെ ഇഷ്യൂസ് കാരണം ചില നല്ല സിനിമകൾ, ഇപ്പം സപ്തമശ്രീ തസ്കരായാല് സുധീർ കരമണയുടെ ക്യാരക്ടറൊക്കെ മിസ്സായി. അപ്പോൾ മാളികപ്പുറം ഫസ്റ്റ് ഡേ 10 മണിയുടെ ഷോ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരുവാണ്, ഞാനും അമ്മയും കൂടെ. അപ്പോൾ അമ്മേൻ്റെ പറയുന്നത്, എടാ ഈ പല പടങ്ങളും നിനക്ക് ഇങ്ങനെ മിസ്സായിട്ടില്ലേ, ഇതെങ്ങാനും ഡേറ്റിന്റെ പ്രശ്നം കാരണം മിസ്സായിരുന്നെങ്കിൽ മാളികപ്പുറം. അമ്മയുടെ അവർക്ക് അത്ര ഇഷ്ടപ്പെട്ട സിനിമ. രാജേട്ടാ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹലോ, ഞാനും മോഹൻലാലും പ്രിയനും ശ്രീനിവാസും ചേർന്ന് ഹലോ മീഡിയ റോങ് നമ്പർ. പിന്നെ ഞാൻ ഒറ്റ ഇൻഡിപെൻഡന്റ് എടുക്കുന്നതാണ് വെള്ളാനകളുടെ നാട്, ഓട്ടോ. അത് കഴിഞ്ഞ് അനശ്വരം മമ്മൂട്ടി വെച്ചിട്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് കഴിഞ്ഞ് കറക്റ്റ് കണ്ണെഴുതി പൊട്ടും തൊട്ട്. എങ്ങനെ തുടങ്ങുന്നേ? അതായത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം അല്ലെ പ്രൊഡ്യൂസർ എന്നുള്ളൊരു വേഷം അണിയാം എന്നുള്ളതാണ്. അങ്ങനെയല്ല, നമ്മളിങ്ങനെ പ്രിയനും ഞാനും ഒക്കെ ആലോചിച്ചു ഹാങ്കി പാങ്കി എന്നൊരു പടം, ഇംഗ്ലീഷ് പടം. അല്ലെങ്കിൽ ഒരു 3 സീൻ കഴിഞ്ഞാൽ പിന്നെ ഹീറോ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അയാളെ പിടിക്കാൻ നടക്കുന്നത്. അപ്പം നമുക്ക് ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റില്ല, നമുക്കിത് എടുക്കാം. അപ്പം മോഹൻലാലും ഞാൻ, പ്രിയൻ, ശ്രീനിവാസൻ, ശങ്കറുണ്ട്. അപ്പം ഞങ്ങളാരും റെമ്യൂണറേഷൻ ഇടുന്നില്ല, ഞങ്ങളുടെ പൈസ ഇടുന്നില്ല, നമുക്ക് പടം എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പടം എടുത്ത് അന്ന് ഞാനത് എന്നെയാണ് ഫുൾ ചാർജ് ചെയ്യിപ്പിച്ചത്. അങ്ങനെയാണ് ഞാനൊരു പ്രൊഡക്ഷൻ്റെ മറ്റു സൈഡിൽ വിളിക്കുന്നത്. അന്ന് പടം എത്ര രൂപ കോസ്റ്റാണെന്നറിയാം? 2.5 ലക്ഷം രൂപയാണ്. 2.5 ലക്ഷം രൂപയാണ്. എന്ത് നടക്കുമല്ലേ 2.5 ലക്ഷം രൂപയ്ക്ക് ഒരു ദിവസം ഷൂട്ടിംഗ് എക്സ്പെൻസ് ഇപ്പോൾ 6 ലക്ഷം രൂപയുണ്ട് ക്യാമറ.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വെള്ളാനകളുടെ നാട് എടുക്കുന്നത്. വെള്ളാനകളുടെ നാട് എടുക്കുമ്പോഴത്തേക്കും എന്താ പറയുക, ഇൻക്ലൂഡിങ് മോഹൻലാൽ റെമുനറേഷൻ 20-ാം ദിവസം പടം തീർന്നു. അന്നന്ന് രാത്രി എഴുതി വരുന്ന സ്ക്രിപ്റ്റാണ് എടുക്കുന്നത്. അതിന് 20 ലക്ഷം രൂപയായി. 20 ലക്ഷം രൂപയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കുന്നത് അതിനിടയ്ക്ക് അനശ്വരം എടുത്തു. ഏയോട്ടോ കഴിഞ്ഞിട്ട് അനശ്വരമാണ് എടുത്തത്. ആ അനശ്വരം ഫ്ലോപ്പായിരുന്നു പടം, കാശ് പോയി. പിന്നെ വെള്ളാനകളുടെ നാട്, ഏയോട്ടോ, അനശ്വരം കഴിഞ്ഞിട്ടാണ് കണ്ണെഴുതപ്പെടുന്നില്ല. പിന്നെ അതിനുശേഷം ഞാൻ പടമായിട്ട് വരുന്നത് അനന്തഭദ്രമാണ്. അപ്പോഴത്തേക്കും 2.5 ലക്ഷമല്ല 2.5 കോടി, സോറി, അപ്പോഴേ അങ്ങനെ അത് വലുതായിപ്പോയി. ചോട്ടാ മുംബൈ വന്നു. 2.25-3 കോടിക്ക് അടുത്ത് വരുന്നുണ്ട്. ഈ വെള്ളാനകളുടെ നാട് പറയുമ്പോൾ പപ്പുചേട്ടനല്ലേ എല്ലാവർക്കും ആദ്യം ഓർമ്മ. പിന്നെ ഞാൻ കോഴിക്കോട്ടുകാരി, അപ്പൊ ഞങ്ങൾക്ക് ഒരു പേഴ്സണലി പോലും സ്പേസ് ഒക്കെ ഇപ്പോഴും ഒഴിഞ്ഞിറക്കും. ഒരു അതിൻ്റെ അടുത്ത് എത്താൻ പറ്റില്ല ആ സ്പേസിന്റെ. ആ പടച്ചോനങ്ങൾ കാത്തോളിയും ഒരുപാട് ഇംപ്രൂവൈസ് ചെയ്ത സാധനങ്ങളൊക്കെ ഇല്ലേ, അന്ന് അത് ചെയ്യുമ്പോൾ അത് പപ്പുചേട്ടൻ അങ്ങോട്ട് പ്രിയൻ സാറ് കൊടുത്തിരിക്കുന്നതാണോ? ആണ്. എന്നാലും എനിക്കിപ്പോഴും ഉണ്ട് ഈ നമ്മുടെ താമരശ്ശേരി ചുരം എന്നുള്ള 7-8 ടേക്കായി. അപ്പം അന്ന് എന്തോ ചിലപ്പോൾ മൂടൗട്ടൊക്കെ ആവില്ല ആർട്ടിസ്റ്റ്. അങ്ങനെ പ്രിയന്ന് ചേട്ടാ ഒന്ന് ഇളകി ചെയ്യണം, നമ്മുടെ താമരശ്ശേരി ചുരം ഞാൻ കൈയെടുത്ത് അഭിനയിക്കാൻ. അതാണ് ഉപയോഗിക്കുന്ന ഷോട്ട്. അതുപോലെ ഈ ഓട്ടോയിൽ ഇതിന്റെ തന്നെ ഈ ഓട്ടോ കുറച്ച് വർഷം അല്ലേ, ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടല്ലേ വരുന്നത്, വെള്ളാനകൾ കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞു. അതില് ഇതേപോലെ ഒരു പടച്ചോനെ വിളിയും വരുന്നുണ്ട്. മറ്റേ തൂക്കി നോക്കിയിട്ട് 2000 രൂപ, ഇത് ഏകദേശം 2000 ഉണ്ടാവെന്ന് പറഞ്ഞൊരു, നിങ്ങളൊക്കെ ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ കൊടുക്കുന്ന ഒരു സീനുണ്ട്. അതിൽ ഈ പടച്ചോനെ എന്ന് പറഞ്ഞ വളവ് തിരിഞ്ഞ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ അന്ന് ഇത് ഹിറ്റ് ആയതിന്റെ ഒരു ടോൺ അല്ല, ആ ഏകദേശം ആ പടച്ചോനൊക്കെ ഇതുപോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഈ അന്ന് ഞങ്ങളൊക്കെ ഇമ്പ്രൂവൈസ് ചെയ്യാറുണ്ട്. പ്രിയനൊക്കെ പിന്നെ സ്പോട്ടിലാണ് എഴുതുന്നതൊക്കെ. ഒരു ഓൺലൈൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ഐഡിയ ഉണ്ട്, പുള്ളിയുടെ മനസ്സിലുണ്ട് സിനിമ അങ്ങനെ എടുക്കുന്നത്. രസമുള്ള കാലഘട്ടമായിട്ട്. ചോട്ടാ മുംബൈയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് കാലം കഴിഞ്ഞല്ലോ അനന്തഭദ്രവും. അനന്തഭദ്രൻ 2005-ലാണ്, 2007-ലാണ് ചോട്ടാ മുംബൈ വരുന്നത്. ചോട്ടാ മുംബൈ കഴിഞ്ഞ് അൻവർ റഷീദിന്റെ കൂടെ, അല്ല അതിന് മുമ്പ് രാജമാണിക്യത്തിലും അഡ്വക്കേറ്റ് ആയിട്ട് കേരള കഫേ വരുന്നുണ്ട്. തുടർച്ചയായി 3-4 സിനിമ ചെയ്തല്ലോ. ഇതുവരെ ഉണ്ടായിരുന്നു ഉസ്താദ് ഹോട്ടൽ വരെ ഉണ്ടായിരുന്നു. ആ അസോസിയേഷൻ എങ്ങനെ? കാരണം ഒരു പുതിയ ആള് ഡയമണ്ട് നെക്ലസ് അല്ല, അതിലുണ്ട്. പിന്നെ ഇതുണ്ടല്ലോ ബാംഗ്ലൂർ ഡേയ്സ്. അതിലൊരു എന്ന് വെച്ചാൽ പുതിയൊരു ആളുകൾ വരുമായിരുന്നല്ലോ. സിനിമ അപ്പോഴേക്കും മാറുകയാണ്, ഇവരൊക്കെ ചെയ്യുന്ന സിനിമകൾ വരുന്നു. അപ്പം എങ്ങനെയായിരുന്നു ഒരു അസോസിയേഷൻ എന്നുള്ള രീതിയിൽ, ഒരു സൗഹൃദത്തിൽ നിന്ന് മാറി ഇവരിലോ? അല്ല, സൗഹൃദം വെച്ചാൽ വളരെ മിടുക്കനും നല്ല സുഹൃത്തുമാണ് അൻവർ റഷീദ്. അൻവർ റഷീദ് നമുക്ക് എന്താ പറയുക, ചക്കരക്കുട്ടൻ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരാളാണ് അൻവർ റഷീദ്. അപ്പം അൻവർ റഷീദിനും രാജമണി കഴിഞ്ഞപ്പോഴേ ഞാൻ മോഹൻലാൽ വെച്ചൊരു പടം ചെയ്യണമെന്ന് പുള്ളി സമ്മതിച്ചു. മോഹൻലാലിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത്രയും സൂപ്പർ ബമ്പർ ബെഡ ഹിറ്റ് എടുത്ത ഡയറക്ടർ പടമല്ലേ, പുള്ളി അപ്പോൾ തന്നെ സമ്മതിച്ചു. എന്നാലും ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞു കഥ പറഞ്ഞാൽ പുള്ളി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചോട്ടാ മുമ്പേ സംഭവിക്കുന്നത്. ഇപ്പം അന്നൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഒരു സീൻ ചെയ്യണമെങ്കിൽ ഇപ്പം നിങ്ങൾ എൻ്റെ പാവാട കണ്ടു നോക്കണം. പാവാടയിൽ ഒരു സീനുള്ളത് ചെയ്യുന്നത് അതിനകത്ത് സായി കുമാറാണ് അച്ഛനായിട്ട് 2 സീന്. അങ്ങനെ എല്ലാത്തിനും ആർട്ടിസ്റ്റ്. ഇപ്പം അങ്ങനെയല്ല, ഹീറോയിൻ പോലും പ്രശ്നമില്ല, ബാക്കിയെല്ലാം പുതുമുങ്ങളാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ട്രെൻഡിലോട്ട് എത്തിയിട്ടുണ്ട് ലോക്കലായിട്ടുള്ള ആൾക്കാർ എല്ലാം തന്നെ. ഡ്രൈവിംഗ് ലൈസൻസിലെ ഇപ്പൊ സൈജു കുറുപ്പ് കോമഡി എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസിലെ അൾട്ടിമേറ്റ് പുച്ഛം, അത് ഭയങ്കര ഒരു ഇതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അൾട്ടിമേറ്റ് പുച്ഛം എനിക്ക് തോന്നുന്നു 2.7 മില്യൺ അതിന് വ്യൂ ഉണ്ട്. അതിന് ആടിന്റെ ശേഷം ഭയങ്കര ഫാൻ ബേസ് ഉള്ള ഒരു സാധനമാണ് ജോണി പെരിങ്ങോട്. സച്ചി സാർ, നമുക്ക് ഇനി അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് കിട്ടില്ല അല്ലെ, അങ്ങനെ ഒരു എഴുത്തൊരു സംവിധാനവും കിട്ടില്ല എന്നുള്ളത്. അതേപോലെ ജീൻ സച്ചി കോമ്പിനേഷനിൽ വരുന്ന ഒരു സാധനമായിരുന്നു ജോണി പെരിങ്ങോടിന്റെ ചെയ്യുമ്പോൾ. കാരണം ആ കയറി വരുന്നോട്ടുള്ള സീനുകൾ മൊത്തം സജിയേട്ടന്റെ കയ്യിലാണ്. അത് ഓർക്കണുണ്ടോ? അത് ചെറിയ ചെറിയ ഇംപ്രൂവൈസേഷൻസ് കണ്ടായിട്ട് ഈ അൾട്ടിമേറ്റ് പുച്ഛമൊക്കെ ആക്ച്വലി ജീന്റെ കോൺട്രിബ്യൂഷൻ ആണ്. അത് ഡബിംഗിൽ ഇട്ടത്. ഈ ഡബ് ചെയ്യണ സമയത്ത് ലാൽ മീഡിയയില് ജീൻ കൺസോളിൽ ഇരിപ്പുണ്ട്. അപ്പൊ ജീൻ എന്നോട് പറഞ്ഞ്, സൈജു അവിടെ 4 സ്ഥലത്ത് നമുക്കൊന്ന് ഫില്ല് ചെയ്യാനുണ്ട്, അപ്പം ഇത് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പം ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്ത് തന്നെ കാണിക്കും, ഇവിടെ പുച്ഛം, അടുത്തത് ഇവിടെയും പുച്ഛം, മറ്റാർക്കും പുച്ഛം, ലാസ്റ്റ് അൾട്ടിമേറ്റ് പുച്ഛം പൃഥ്വിരാജിന്റെ പാസിങ് കഴിഞ്ഞിട്ട് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ഡബ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജീനോട് പറഞ്ഞു, ജീൻ ഇത് വർക്കൗട്ട് ആവുക വെച്ചാൽ ഒന്നും ലിപ്പില്ല, നമ്മളത് പറഞ്ഞത് വർക്കൗട്ട് ആവുക. അപ്പൊ പുള്ളി പറഞ്ഞ്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കത് കണ്ടു നോക്കാം ലാസ്റ്റ് മൊത്തം പടം, എന്നിട്ട് അത് വർക്കൗട്ട് ആവുന്ന ഡിലീറ്റ് ചെയ്താൽ മതിയല്ലോ, ഇപ്പൊ അതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനിത് ഓൺ ലൊക്കേഷൻ പറയാത്ത കാരണം ഇതിപ്പോ ഞാൻ 1 പ്രാവശ്യം ഡബിങ്ങിൽ പുള്ളി പറഞ്ഞു ഞാൻ ഇട്ടു, ഞാനിത് മറന്നുപോയി. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പടം റിലീസാവുന്നത് ഡബ് കഴിഞ്ഞിട്ട്. രാവിലത്തെ ഷോ കഴിഞ്ഞിട്ട് ഞാനൊന്ന് കോതമംഗലത്ത് ഗാർഡിയൻ എന്ന് പറഞ്ഞൊരു പടത്തിന്റെ ഷൂട്ടിലാണ്.
രാവിലെ 10 മണിയുടെ ഷോ 12 മണിക്ക് കഴിഞ്ഞ് എനിക്ക് ആദ്യം ഒരു മെസ്സേജ് വന്നു വാട്സാപ്പിൽ. പുച്ഛം എന്ന് പറഞ്ഞുകൊണ്ട് 2 ചിരിക്കുന്ന സ്മൈലിയും ഉണ്ട്. അപ്പോൾ പടം വന്ന് എൻ്റെ ഇതാണ് റിലീസായിരിക്കുന്നത്. പുച്ഛം എന്ന് പറഞ്ഞു. ഞാൻ ഈ പുച്ഛം മറന്നുപോയി. ഞാൻ ഓർത്തത് എന്നോട് എൻ്റെ ക്യാരക്ടറിനോടുള്ള പുച്ഛമാണ്. പക്ഷെ ഇതെനിക്ക് വളരെ പരിചയമുള്ളതാണ്. അയാൾ അങ്ങനെ പറയാൻ വഴിയില്ല, എന്നോട് മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ വഴിയില്ല. അടുത്തൊരു മെസ്സേജ് അൾട്ടിമേറ്റ് പുച്ഛം എന്ന് പറഞ്ഞു. ഞാൻ മറന്നു. ഞാനിപ്പം നമ്മുടെ ലിസ്റ്റിൻ്റെ ഒരു കസിൻ ഉണ്ട്, അപ്പം പുള്ളിയെ വിളിച്ച് ഞാൻ. അപ്പോൾ പുള്ളി റിലീസിൻ്റെ 2-3 ദിവസം മുമ്പ് പടം കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഗംഭീരമായിട്ടുണ്ട്, ചേട്ടൻ്റെ ഇത് ഭയങ്കര എന്താണ് ഇത് റിവ്യൂസ് കിട്ടുന്നു ഈ പടത്തിന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഈ പുച്ഛം എന്ന് 2-3 മെസ്സേജ് ചെയ്ത് എന്താ സംഭവം, ചേട്ടൻ ഓർമ്മയില്ലേ മറ്റേ ഡബിങ്ങിൽ ഇട്ടത്? ഓ അതാണല്ലേ സമാധാനം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ വിളിച്ചിട്ട് ഏറ്റവും അധികം അൾട്ടിമേറ്റ് പുച്ഛം ഇതാണ് പറയണത്. അതുപോലെ ഇപ്പൊ അടുത്ത് തസ്നീഖാൻ ചേച്ചിയെ കണ്ടിട്ട് കന്യകാ മേനോൻ ഞങ്ങളുടെയൊക്കെ ഒരു ടീനേജിൽ വന്ന പടം അത്. കുറെ പേര് അതിലൊക്കെ ഇപ്പോഴും പറയാറുണ്ട് റിലേറ്റബിൾ ആണ് ഷിബൂടെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അന്ന് തുടക്കമല്ലേ, അപ്പം കുറച്ച് ഇങ്ങനത്തെ ഒരു റോള് ചെയ്യുമ്പോൾ ഉള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ. തസ്നി ചേച്ചി കുറെ കമ്പാരിറ്റീവ്ലി സീനിയറുമാണ്. അപ്പൊ അന്ന് പുള്ളിക്കാരിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? പുള്ളിക്കാരത്തി ഭയങ്കര സപ്പോർട്ടല്ലേ. പുള്ളിക്കാരത്തി മോനെന്നേ വിളിക്കുള്ളൂ. അയ്യോ, എന്നിട്ട് ആ ക്യാരക്ടർ ചെയ്യും. അല്ല അതെ. അപ്പം പുള്ളിക്കാരത്തിനും മോനെ നീ ചെയ്യും, നീ തകർക്ക് എന്നൊക്കെ പറയും. ഉഗ്രൻ ക്യാരക്ടർ അല്ലേ. അപ്പൊ എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡബിൾസ് എന്ന് പറഞ്ഞ പടം കഴിഞ്ഞിട്ട് പിന്നെ ഒരു മലയാളം പടത്തിൽ എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു. അപ്പോൾ ഞാനൊരു തമിഴ് പടം ചെയ്യാൻ വേണ്ടി പോയി. അതൊരു 1.5 വർഷം ഉണ്ടായിരുന്ന കാരണം എനിക്ക് ചോദിക്കുമ്പോൾ പറയാൻ പടം ഉണ്ടായിരുന്നു. ആദി ഭഗവാൻ എന്ന് പറഞ്ഞൊരു പടം. അത് 1.5 വർഷം എൻ്റെ ഷൂട്ട് നീണ്ടു നിന്നു. ടോട്ടൽ അത് 3 വർഷം കൊണ്ട് ഷൂട്ട് ചെയ്ത പടമാണ്, ജയം രവിയുടെ. അപ്പം അതിനുശേഷമാണ് VKP എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുന്നത്, ഞാനത് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് നൗ കംബാക്ക് അല്ല, എനിക്ക് ബ്രേക്കാണ് വേണ്ടത്. എന്ന് വെച്ചാൽ ഞാൻ കമ്മ് കഴിഞ്ഞു, അവിടെ ഞാൻ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആയിട്ടില്ല. അപ്പോൾ കംബാക്ക് എന്ന് പറയുന്നത് ഒരു സക്സസ്ഫുൾ ആക്ടർ ഡൗൺ ആയിട്ട് പിന്നെയാണ് കംബാക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് ബ്രേക്കാണ് വേണ്ടത്. അപ്പോൾ ഇതെൻ്റെ ബ്രേക്ക് ആയിരിക്കും. അപ്പോൾ VKP എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നമ്മുടെ ബ്യൂട്ടിഫുൾ ടീം, അപ്പോൾ VKP ഓൾറെഡി പരിചയമുണ്ട്, നമ്മുടെ ബ്യൂട്ടിഫുൾ ടീം വീണ്ടും ഒരു സിനിമയായിട്ട് വരുവാണ്, ദിസ് വിൽ മേക്ക് ഓർ ബ്രേക്ക് യുവർ കരിയർ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരിച്ചു തമാശക്ക്. അപ്പം ഞാനും ചിരിച്ചു. എന്നിട്ട് പറഞ്ഞാൽ അനൂപ് തന്നെ വിളിക്കും, ഉഗ്രൻ ക്യാരക്ടറാണ്, ഒരു ജേർണലിസ്റ്റിൻ്റെ ക്യാരക്ടറാണ്, നീ അത് നോ എന്നും പറയണ്ട, നീ ചെയ്യും. ഞാനെവിടെ നോ പറയാൻ. അങ്ങനെ അനൂപുമായിട്ട് സംസാരിച്ച് അനൂപ് ഇങ്ങനെ ഡീറ്റെയിൽസ് പറഞ്ഞു. അങ്ങനെ ലൊക്കേഷനിലേക്ക് എത്തി. രാവിലെ അനൂപ് വന്നിട്ട്, അപ്പോൾ ഈ അനൂപും ഈ പറഞ്ഞ പോലെ അന്ന് രാവിലെ എഴുതിത്തരുന്ന ആളാണ്. ഡയലോഗ് കൊണ്ട് തന്നു. ഞാൻ നോക്കിയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷിബു എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ VKPയുടെ സംഭവിച്ചാൽ 2 ക്യാമറ വെച്ചിട്ട് പുള്ളി 6 പ്രാവശ്യം ഷോട്ട് ഒറ്റയടിക്ക് എടുക്കും. ഓരോ ഷോട്ടും 2 ക്യാമറ വെച്ച് എടുക്കും, മനസ്സിലായില്ലേ? അപ്പോൾ 2 ആംഗിൾ കിട്ടും. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും 2 പ്രാവശ്യം കൂടെ. അപ്പോൾ 6 ഷോട്ട്. അപ്പോൾ എന്തൊക്കെയാണ് മേജർ പരിപാടികൾ വേണ്ടത്, ഒരു ക്ലോസ് ഒരു വൈഡോ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ ഒറ്റയടിക്കുള്ള പരിപാടിയിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരിക്കണം. ചിലപ്പം സുമാരി ചേച്ചി അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുമാരി ചേച്ചി അവിടെ ഡയലോഗ് പറയണം, ചിലപ്പോൾ ഇത് കേൾക്കില്ല. പക്ഷെ ഇത് കറക്റ്റായിട്ട് നമുക്കത് ക്യാച്ച് ചെയ്തിട്ട് എല്ലാം ചെയ്യാം. ട്രിവാൻഡ്രം സ്ലാങ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര ഇതായെന്ന് വെച്ചാൽ ഞാൻ എന്റെ നോർമൽ മലയാളമാണ്. ഇനിയിപ്പം ഉണ്ടെങ്കിൽ അത് ചേർത്തല സംഭവമായിരിക്കും. ഇതെങ്ങനെ പറയും എനിക്കറിയാം. ഞാൻ പറഞ്ഞത് കൊളാവും. അനൂപ് എൻ്റെ അടുത്ത് വന്നിട്ട് ഷിബുള്ളേനായിട്ട് ഡയലോഗ് വായിച്ച് കേൾപ്പിക്കുന്നത് ട്രിവാൻഡ്രം സ്ലാങ്ങിൽ. അനൂപിന് നല്ലപോലെ അറിയാം, പുള്ളി അവിടുത്തുകാരനാണ്. അപ്പോൾ ഉടനെ അരുൺ എന്ന് പറഞ്ഞ ആക്ടറുണ്ട്. അരുൺ എൻ്റെ അടുത്ത് പറഞ്ഞു, സൈജു ഇതാണ് നിങ്ങളുടെ ക്യാരക്ടർ, ഇത് പഠിച്ചാലും ചെയ്യും. ഇത് പുള്ളി പറഞ്ഞു കേട്ടോ, അത് ബ്രേക്ക് ആയിരിക്കും. എനിക്കാണെങ്കിൽ ഞാൻ വേർക്കുന്നു, മൂത്രമൊഴിക്കാൻ മുട്ടുന്നു വെച്ചാൽ മൊത്തം ടെൻഷനായി എനിക്ക്. അവിടെ ചെന്നിട്ട് അപ്പോൾ VKP ആണെങ്കിൽ പ്രോംപ്റ്റിങ്ങും അനുവദിക്കില്ല. പക്ഷേ ഗുണം എന്ന് വെച്ചാൽ VKP കുറച്ച് സുഖിയനാണ്. പുള്ളി ആ ലൊക്കേഷൻ്റെ ആ ലൈറ്റിൻ്റെ ഒക്കെ ചൂടിൻ്റെ അടുത്തൊന്നും ഇരിക്കില്ല. പുള്ളി മോണിറ്റർ വെച്ചിട്ട് തൊട്ടപ്പുറത്തെ റൂമിൽ മറ്റേ കൂളറൊക്കെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് ആക്ഷൻ പറയുള്ളൂ. അപ്പം ഞാൻ വാവ കൊട്ടാരക്കര എന്ന് പറഞ്ഞ അസോസിയേറ്റ് വാച്ചൻ്റെ പറഞ്ഞേ, ചേട്ടാ VKPയുടെ അറിയാമല്ലോ, പുള്ളി അപ്പുറത്തിരിക്കുകയാണ്, പുള്ളി കേൾക്കാനൊന്നും പോകുന്നില്ല, നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്തോ എനിക്ക് വേണ്ടി. ഇല്ല സജീവ് പ്രശ്നമാവും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ പേര് പറയുക, ഓക്കെ, ഞാൻ VKPയെ സമാധാനിപ്പിച്ചോളാം. ചില VKPയായിട്ട് എനിക്ക് എത്ര ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പുള്ളി പതുക്കെ പ്രോംപ്റ്റ് ചെയ്ത് തരും. എന്നിട്ട് ഇത് ഞാൻ ട്രിവാൻഡ്രം സ്ലാങ്ങിലാന്നുള്ള എൻ്റെ വിചാരം, പക്ഷേ ട്രിവാൻഡ്രം സ്ലാങ് ഒന്നും ആയിരുന്നില്ല. അത് ഞാൻ പൈലറ്റ് പിന്നെ ലാസ്റ്റ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ 3.5 ദിവസം കൊണ്ട് ഇത് ഡബ് ചെയ്തത്. അപ്പം നന്ദു ചേട്ടൻ ഡബ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും നന്ദു ചേട്ടനെ പിടിച്ചിരുത്തി, ചേട്ടാ ഒന്ന് സഹായിക്കുക. കൊച്ചുറോയും ചേട്ടൻ വന്നപ്പോഴത്തേക്കും പുള്ളിയെ പിടിച്ചിരുത്തി കുറച്ച് ചെയ്തു. പിന്നെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്തു. പിന്നെ വിനയ് ഗോവിന്ദ്
അവരൊക്കെ ആയിരുന്നു അസോസിയേറ്റ്സ്. അപ്പോൾ അവർ പറഞ്ഞു തരുന്ന രീതി ചെയ്തു. ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് ഞാൻ തിരിച്ചു പോയി. എന്നെ ഒരു ദിവസം ജയസൂര്യ വിളിച്ചു, സൈജു ഞാൻ കണ്ടു സൈജുവിൻ്റെ ഡബിങ്. സൈജു ആ ക്യാരക്ടറിൽ കോമഡി ഓൾറെഡി ഉണ്ട്, സൈജു നോർമലായിട്ട് സൈജുവിൻ്റെ ലാംഗ്വേജിൽ ഡബ് ചെയ്താൽ മതി, ട്രിവാൻഡ്രം സ്ലാങ് പിടിക്കണ്ട, അതിനകത്ത് കോമഡി ഉണ്ട്, അതുകൊണ്ട് പ്രോബ്ലം ഇല്ല. അപ്പം VKP ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു VKP അത് റീഡബ് ചെയ്യണോ? എടാ അത് എനിക്കത് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒന്ന് അനൂപ് ഒന്ന് കാണട്ടെ എന്നിട്ട്. പക്ഷേ ഞാൻ എൻ്റെ മൈൻഡ് മേഡപ്പ് ചെയ്തു ഇത് ഞാൻ മാറ്റാൻ പോകുന്നു. എന്നിട്ട് അങ്ങനെ ഞാൻ ഒരു ദിവസം രാത്രി 8 മണിക്ക് പോയിട്ട് 11:30 വരെ ഡബ് ചെയ്തിട്ട് മൊത്തം, അതായത് 3.5 ദിവസം കൊണ്ട് തീർത്തത് ഞാൻ ഈ 8 മണി തൊട്ട് 11:30 മണി കൊണ്ട് ഞാൻ നോർമലായിട്ട് ചെയ്ത് തീർത്തു. എന്നിട്ട് അതിനകത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഡേയ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡേയ് കുഴപ്പമില്ല, ആണെന്നുള്ളത് ഞാൻ തന്നെയാക്കി. പിന്നെ ചേച്ചിക്ക് ഒരു ചെറിയൊരു സാധനം, പിന്നെ അവിടെ ഇദ്ദേഹത്തിന് ഞാൻ കോര സാർ എന്നാണ് വിളിച്ചിരിക്കുന്നത്, അപ്പൊ ഞാൻ അണ്ണാന്നാക്കി. അപ്പൊ അങ്ങനെ ഈ സാധനങ്ങൾ മാത്രമേ ചേർത്തുള്ളൂ. ആൻഡ് യു വോണ്ട് ബിലീവ്, സന്ദീപ് സെനില്ലേ പ്രൊഡ്യൂസർ, സന്ദീപ് എൻ്റെ നല്ല ഫ്രണ്ടാണ്. സന്ദീപ് ട്രിവാൻഡ്രം ലോഡ്ജ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ, ട്രിവാൻഡ്രം സ്ലാങ് ആണല്ലോ. എനിക്ക് സമാധാനം, തനി ട്രിവാൻഡ്രം താമസിക്കുന്ന ആളാണ് എന്നോട് പറയുന്നത്. അത് എന്തോ ദൈവദിനാണ്. എനിക്ക് ആ സമയത്ത് ബ്രേക്ക് കിട്ടണം, എന്റെ സമയം ആ സമയത്ത് തെളിഞ്ഞിരുന്നു. ഹാപ്പി ഹസ്ബൻഡ്സിലെ ഒരു പവിത്രൻ, പഴംകുറ്റി പവിത്ര, അതൊരു വെറൈറ്റി റോളായിരുന്നു. കാരണം തായ്ലൻഡിലൊക്കെ ഷൂട്ട് ചെയ്തു. തായ്ലൻഡിൽ രാജേട്ടൻ അങ്ങനെ ഒരു സാധനം പ്രതീക്ഷിക്കുന്നില്ലാത്തൊരു സമയത്ത് അത് വന്നു. കുറച്ച് ഗോഷ്ടിയൊക്കെയുള്ള കാരണം അങ്ങനെ ഗോഷ്ടി ചെയ്യുന്ന ആളല്ല, അതിനകത്ത് ഗോഷ്ടി ആയിരുന്നു. അതെന്തായിരിക്കും അന്ന് അങ്ങനെ സജി സൂര്യൻ അല്ല, അത് ഡയറക്ടർ പറഞ്ഞ് അങ്ങനെ വേണം, ആ വേഷത്തിന് ഡിമാൻഡ്, ആ ക്യാരക്ടർ ഡിമാൻഡ്സ് ദാറ്റ്, അങ്ങനെയുള്ള ഒരാളായിരുന്നു, സംസ്കാരമില്ലാത്ത ഒരു തറ. അതുപോലെ ഇടുക്കി ഗോൾഡ് നിങ്ങള് നല്ലൊരു ഒരു ഭംഗിയുള്ള നല്ല പടമാണ്, എന്റെ നല്ല റോളാണ്. അതെ, അപ്പൊ അതിന്റെ കാസ്റ്റിംഗ് കറക്റ്റാണ്. പഴയ കാലത്ത് ആൾക്കാരെ കൊണ്ടുവരും, എന്നെ രവീന്ദ്രൻ, പ്രതാപ് പോത്തൻ, ബാബു ആന്റണി, നമ്മുടെ വിജയരാഘവൻ. അതെ അതെ, അതൊരു ബ്യൂട്ടിഫുൾ മൂവിയാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡ്രഗ്സ്, ഇറ്റ്സ് അബൌട്ട് ഫ്രണ്ട്ഷിപ്പ് എന്നായിരുന്നല്ലോ അതിന്റെ ടാഗ് ലൈൻ. അപ്പൊ ദിലീഷ് നായരോട് ഞാൻ സംസാരിച്ചപ്പോൾ തന്നെ ആ സമയത്തുള്ള വിവാദങ്ങളെ കുറിച്ച് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാപ്ഷനാണ്, അതായത് ഇൻ ഹരിഹരനഗറിന്റെ അണ്ടത്തിൽ അടിച്ചതാണ്. ഇത് നടന്ന കഥയല്ല, 100 ദിവസം ഓടിയ സിനിമയാണ്. 100ാം ദിവസം ഓടിച്ച പോസ്റ്ററാണ്. അപ്പൊ അതുപോലെ അതില് ഈ സമയത്തെ ഇടുക്കി ഗോൾഡ് എന്നുള്ളതൊരു ചർച്ചയായിരുന്നല്ലോ. അപ്പം ദിലീഷ് ഏട്ടൻ തന്നെ പറഞ്ഞ വേർഡ് പറഞ്ഞാല്, തൈര് സാദം കൊണ്ടുവച്ചാൽ ആൾക്കാർ അത് കഴിക്കാൻ പോവാന്ന് പറഞ്ഞാൽ അതിനൊരു ഇമോഷൻ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ തിങ്ങിനോടുള്ളത് കാണിച്ചത് എന്നുള്ളത്. ആ സിനിമ ചെയ്യുമ്പോൾ ഒരു സൗഹൃദം, ഒരു ഫ്രഷ് സിനിമ തന്നെ പറയാലോ, ഇടുക്കി ഗോൾഡ്. അപ്പൊ ആ ഒരു പുതിയ കൂട്ടവുമായി. അല്ല, എന്നെ സംബന്ധിച്ചുള്ള ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സ് അല്ലേ, ഈ പറഞ്ഞ എല്ലാവരും. അപ്പൊ ഞങ്ങളൊക്കെ അവിടെ ആയിരിക്കും സംസാരിക്കും. പ്രതാപ് പോത്തനെ വളരെ നാളുകൾക്ക് ശേഷം കൈ കിട്ടുന്നതല്ലേ. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഓരോ കോമഡിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഷൂട്ടിങ് സമയം പോയത് അറിഞ്ഞില്ല. നല്ല രസമായിരുന്നു ഷൂട്ട് ചെയ്തത്. എൻ്റെ ഷൂട്ടിങ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഈ കണ്ണെഴുതി പൊട്ടും തൊട്ട് എൻ്റെ സമയത്താന്ന് തോന്നുന്നു തിലകൻ സാർ പണ്ട് പറഞ്ഞൊരു ഓർമ്മ, മഞ്ജു ചേച്ചി ഞെട്ടിച്ചു കളഞ്ഞു കുട്ടിയുടെ മുന്നിൽ ഞാൻ പെർഫോം ചെയ്യാൻ. തീർച്ചയായിട്ടും അങ്ങനെയാണ്, ഭയങ്കര ആർട്ടിസ്റ്റ് അല്ലേ. ആ പടത്തിനകത്ത് തിലകൻ ചേട്ടൻ ഭയങ്കര ആക്ടറാണല്ലോ. തിലകൻ ചേട്ടൻ മുമ്പിലൊക്കെ മറ്റേ പ്രാണനാഥങ്ങളുടെ പാട്ട് സീനിലും ഒക്കെ വശീകരിക്കുന്നതൊക്കെ ഭയങ്കര അഭിനയം. തിലകൻ ചേട്ടൻ തന്നെ പറഞ്ഞു അസാധ്യം. അന്ന് ആ കാസ്റ്റ് ആലോചിക്കുന്നത് എങ്ങനെയാ? നമ്മൾ മഞ്ജു വാര്യരാണ് നമ്മൾ ആലോചിച്ചത് ആദ്യം തന്നെ. അപ്പോൾ മഞ്ജു വാര്യരെ ആലോചിച്ചു. പിന്നെ നമ്മൾ ആ മറ്റേ ക്യാരക്ടർ നടേശൻ മുതലാളിയുടെ വേഷം തിലകൻ ചേട്ടനാണെങ്കിൽ കറക്റ്റ്. ഞാൻ പോയി സംസാരിച്ചു, പുള്ളി സ്ക്രിപ്റ്റ് കേട്ടാൽ ഭയങ്കര സന്തോഷമായി പുള്ളി. അങ്ങനെ പുള്ളി വന്നു. ബിജുചേട്ടൻ, ബിജു സിദ്ദിഖ് വളരെ നാളായിട്ട് അഭിനയിക്കാതിരിക്കുകയായിരുന്നു. അന്ന് കുറേ നാളായിട്ട് ഒരു ബ്രേക്കാണ്. ഞാൻ വിളിച്ചപ്പോഴാണ് വന്ന് സിദ്ദിഖ് അതിൽ അഭിനയിച്ചു. അബ്ബാസിനാണ്. മഞ്ജു വാര്യർ അന്ന് കത്തി നിൽക്കുന്ന സമയത്ത് ഒരു നായകനായിട്ട് ഇവിടെ ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ, അപ്പം വേറെ ആരെങ്കിലും പുതിയ ആളിനെ ഇടാൻ പറ്റും ഇന്നത്തെ പോലെ. അപ്പോൾ അന്നാണ് തമിഴിൽ നിന്ന് അബ്ബാസിനെ കൊണ്ടുവന്നത്. അപ്പോൾ മെയ് 17 ഗു ഇറങ്ങുകയാണ്. ഗു ഇറങ്ങുമ്പോൾ കാണണം, നിങ്ങളെ തീർച്ചയായിട്ടും രസിപ്പിക്കും. ഹരിത എല്ലാ സിനിമകളും കാണുന്ന ആളാണെന്ന് അറിയാം. നമ്മുടെ പിന്നെ ഷീ ഈസ് എ ഗുഡ് ഫോളോവർ ഓഫ് ഫിലിംസ് ആൻഡ് അല്ലേ, പണി ഇതല്ലേ എന്തായാലും ചെയ്യണ്ടേ. അല്ല, ഇംഗ്ലീഷാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു.